ജീവിച്ചതിൽ ഏറ്റവും നല്ല സ്ഥലം ദുബായിയാണ്. ദുബായിയുടെ അത്രത്തോളം ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നൊരു വേറെ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദുബായിലേക്ക് തിരിച്ചു വരികയാണ്. ചെറുപ്പകാലത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ നാടകം, മിമിക്രി, മോൺ ആക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ പ്രൈസസ് വിൻ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴും എനിക്ക് കേട്ടത്ര തെറി UAE വേറൊരു വ്ളോഗർക്ക് കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയാം. ഐ മീൻ ഇങ്ങനത്തെ കാര്യത്തിന് കേട്ടോ, വേറെ രീതിക്കല്ല. ഐ മീൻ ഇത് നീ ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും ശരിയില്ല, നിൻ്റെ ഒച്ച കുറക്ക്, നീ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ തെറികൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡാക്കാൻ നിന്നില്ല. നെഗറ്റീവായിട്ട് നീ നന്നാവൂലടാ, നിനക്ക് നീ എവിടെ എത്തൂല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, അവരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരാളുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു, നീ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത് നമുക്ക് ഉൾക്കൊണ്ടിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഡേ ടു ഡേ ആണ് എന്നെ അസർ എന്ന ഒരു ബ്രാൻഡിനെ ഇത്രത്തോളം വളർത്തിയതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓൺ കോളായിട്ട് പറയാണ്. കാരണം മോർ ദാൻ 500 വീഡിയോസ് ഞാൻ ഡേ ടു ഡേക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. Why they keep on calling me, keep on every week 4 videos, 3 videos, sometimes 5 videos ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 വർഷമായിട്ട് ഹോട്ടലിലാണ് വർക്ക് ചെയ്തത്. ഞാൻ കുറേ റിച്ച് ആയിട്ടുള്ള കുറേ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എടുക്കുന്നത് MS ധോണിയുടെ കൂടെ ആയിരുന്നു. സാധാരണ ഒരു മനുഷ്യനാണ്. ദൈവം എനിക്ക് കുറച്ച് അനുഗ്രഹം തന്നു, ഇങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ബോണസാണ്. ഞാനൊരു സാധാരണ ജോലി ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്ബോധനം തോന്നുകയാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതറിയാതെ എങ്ങനെയോ കൊണ്ട് ക്ലിക്കായിപ്പോയി. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ക്യാഷിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നമ്മളെ ലൈഫ് സാധാരണ രീതിയിൽ. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ഈ പൊസിഷൻ ഉണ്ടല്ലോ, ബീങ് എ വ്ളോഗർ, നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്രത്തോളം വീഡിയോസ് UAE ഒരു പക്ഷേ ഇത്രത്തോളം ആരും ചെയ്യുന്നുണ്ടാവില്ല, ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട്. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ആലങ്കാരികമായിട്ടൊന്നും ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. കാരണം ഇൻട്രൊഡക്ഷൻ പറഞ്ഞാലൊന്നും ഒറ്റവാക്കിൽ തീരില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം അസർ. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ അസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇൻ്റർവ്യൂവിനാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പഠിക്കുമല്ലോ. അപ്പോൾ ഞാനത് കണ്ടത് മുഹമ്മദ് അസർ PDAKL. അത് PDAKL എന്ന് പറയുന്നത് എൻ്റെ സർനെയിമാണ്. പടിഞ്ഞാറ PDAKL. ഒരു വീട്ടുപേരുണ്ടാവില്ല, ഒരു കുടുംബത്തിൻ്റെ പേരുണ്ടാവില്ല, അതാണ് പടിഞ്ഞാറ PDAKL എന്ന് പറയുന്നത്. എൻ്റെ ചോദ്യം അതല്ല, അങ്ങനെ ഉള്ള ഒരാൾ എങ്ങനെയാണ് ട്രാവൽ ആൻഡ് കുസിൻ ബൈ അസർ എന്നൊരു UAE ഒരു വ്ളോഗറിലേക്ക് പോയ ആ ഒരു കഥ? ഞാനൊരു ഹോട്ടലിയറാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. പിന്നെ ഇവിടുത്തെ പ്രോമിനൻ്റ് ഹോട്ടൽസ് അതിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബുർജ് അൽ അറബ്, മദീന ജുമേര, ദുബായിൽ, പിന്നെ നാട്ടിൽ മെറിഡിയനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, എനിക്ക് ചെറുപ്പകാലത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ നാടകം, മിമിക്രി, മോൺ ആക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ പ്രൈസസ് വിൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ സ്കൂളിങ് കഴിഞ്ഞു. എനിക്ക് ഡിഗ്രിക്ക് പോകാൻ ഏതാണ് നല്ല കോഴ്സ് നോക്കിയപ്പോൾ അന്നത്തെ സമയത്ത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റീസ് വൈഡായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയം, ടൂറിസം ബൂമാകുന്ന സമയം. അങ്ങനെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് വരികയാണ്. ദുബായിലേക്ക് വരുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മാക്സിമം എന്നെ കൊണ്ട് എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. ഇൻ ബിറ്റ്വീൻ 1 വർഷം ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഷിപ്പിൽ പോയി വർക്ക് ചെയ്തു. അങ്ങനെ കുറേ കൺട്രീസൊക്കെ എനിക്ക് 40ഓളം കൺട്രീസ് അങ്ങനെ പോയി കാണാൻ പറ്റി. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ജീവിച്ചതിൽ ഏറ്റവും നല്ല സ്ഥലം ദുബായിയാണ്. ദുബായിയുടെ അത്രത്തോളം ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നൊരു വേറെ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദുബായിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഞാൻ ബുർജ് അൽ അറബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേ നാട്ടിലുള്ള വ്ളോഗേഴ്സ്, എസ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സുജിത് ഭക്തന്, മല്ലു ട്രാവലർ എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്നത്, അവർ അത്യാവശ്യത്തിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചറിയാണ്, നമ്മളെ GCCയിലും അതുകൂടാതെ ദുബായിലും UAEയിലെല്ലാം നല്ല മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ നന്നായിട്ട് വന്നിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വന്നിട്ട് ബ്രൗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു വ്ളോഗറായിട്ട് നമുക്ക് മാറിക്കൂടാ?
അന്നെടുത്തൊരു ഡിസിഷൻ വെറുതെ പോയിട്ട് ഈ ദൈറ ദുബായ് ദുബായ് കണക്ട് ചെയ്യുന്ന ആബ്ര ഉണ്ടല്ലോ, അതെ. അതിൻ്റെ വീഡിയോ എൻ്റെ സുഹൃത്ത് എൻ്റെ റൂംമേറ്റ് ആയിട്ട് പോയിട്ട് വീഡിയോ എടുത്തതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അത് എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 വർഷം, ഏകദേശം സെപ്റ്റംബർ 13 5 വർഷം മുമ്പ് 2019 ആ വീഡിയോ എടുത്തത്. ഇപ്പം ഞാൻ 5 വർഷം തികയുന്നു വ്ളോഗിങ്ങിൽ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മാറ്റങ്ങൾ, ആ വ്ളോഗിങ്ങിലൂടെ കുറേ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഒരു ബിസിനസ്സും തുറന്നു. ഐ മീൻ പെർഫ്യൂം. എന്താ ബ്രാൻഡ് പേര്? ബ്രാൻഡ് അസറൻസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ജനങ്ങളിലേക്ക് എത്താൻ എപ്പോഴും ഒരു ബ്രാൻഡിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം പെട്ടെന്ന് റീച്ച് ആവില്ല. ഒരു 10 വർഷം എടുക്കുന്നത് വിത്തിൻ 3 years വി ക്യാൻ റീച്ച്. എൻ്റെ ഒരു പേരും അതുകൂടാതെ ഫ്രാഗ്രൻസും കൂടി ചേർത്തിട്ടാണ് അസറൻസ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതൊരു മീനിങ് ആയിട്ടുള്ള ഒരു കുറേ ഇരുന്ന് ആലോചിച്ചൊരു പേരാണ്. കാരണം AZH, കാരണം ആ ലെറ്റേഴ്സിന് ഒരു വാല്യൂ ഉണ്ട്, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ ഒക്കെ. പിന്നെ ദുബായ് എന്ന് പറയുന്നത് പെർഫ്യൂം, ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾ പോയി ചോദിച്ചാലും ദുബായ് പെർഫ്യൂമിനൊരു പ്രത്യേക വാല്യൂ ആണ്. കാരണം നമ്മൾ അറൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ദുബായ് എന്ന പ്ലേസിനൊരു വാല്യൂ ഉണ്ട്. ഇവിടുന്ന് എന്ത് തുറന്നാലും അത് പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ഗ്ലോബലൈസ് എല്ലായിടത്തേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇന്റർനാഷണൽ ഹബ്ബാണല്ലോ. നമ്മൾ ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ 5 വർഷം മുമ്പ് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് അതിന് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. അവിടെയാണ് നമ്മളുടെ കോർ എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രാവൽ ആൻഡ് ക്വിസിൻ എന്ന് ഇടാൻ കാരണം ഒരുപക്ഷെ താങ്കൾ ഒരു ഹോട്ടലിയർ ആയിരുന്നത് കൊണ്ടും അദ്ദേഹം പറയാൻ പറഞ്ഞു. ഓക്കെ, ഞാനൊരു ഹോട്ടലിയർ ആയതുകൊണ്ടാണ് ട്രാവൽ ആൻഡ് ക്വിസിൻ എന്ന് പേരിട്ടത്. എൻ്റെ ഇനീഷ്യലായിട്ട് ഞാൻ വിചാരിച്ച് കുറേ ഫുഡ് വ്ളോഗ്സ് ഞാൻ ചെയ്തു. ഫുഡ് വ്ളോഗിൽ അത്യാവശ്യത്തിന് ആളുകളൊക്കെ നമ്മളെ വീഡിയോസ് കാണാൻ തുടങ്ങി, എനിക്ക് നല്ല റീച്ച് കിട്ടാൻ തുടങ്ങി. അങ്ങനെ പല രാജ്യങ്ങളിലായിട്ട് ട്രാവൽ ആൻഡ് കുസിൻ ബൈ അസർ എന്ന് പറയുന്നത്, കുസിൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി, അല്ലെങ്കിൽ ആ സമൂഹം എങ്ങനെയാണോ അത്. ഈവൻ നമ്മളിപ്പോൾ നാട്ടിൽ ഒരാൾ പണ്ട് നമ്മളെ നാട്ടിലൊരാൾ ബിരിയാണി ഉണ്ടാക്കൽ, ആ പയ ബനിയനും തലയിലൊരു കെട്ടും. സോ ഇതെല്ലാം കുസീനിൽ വരും. എന്ത് ഡ്രസ്സാണ് അവർ യൂസ് ചെയ്യുന്നത് വൈൽ പ്രിപ്പയറിങ്, അല്ലെങ്കിൽ വന്നിട്ട് എന്ത് വുഡാണ് അവർ യൂസ് ചെയ്യുന്നത് വൈൽ പ്രിപ്പയറിങ്, അല്ലെങ്കിൽ എന്തൊക്കെ ചേരുവകളാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നാട്ടിലുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളെ ചുറ്റുവട്ടത്തും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിപ്പോൾ മെക്സിക്കോയിൽ പോയാൽ അവിടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഇപ്പോൾ ഗൊക്കമൊലെ, അല്ലെങ്കിൽ ഗൊക്കമൊലെ എന്ന് പറയുന്നത് നമ്മളെ അവഗാഡോസ് വെച്ചിട്ടാണ് അധികം ഫുഡ് വന്നിട്ട് മെക്സിക്കോയിൽ ഉണ്ടാക്കുന്നത്. ബിക്കോസ് അതിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്. നമ്മൾ കോക്കനട്ട് അല്ലെങ്കിൽ അതിന് എണ്ണ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അല്ലെങ്കിൽ ഫിഷ്, കാരണം നമ്മൾ കോസ്റ്റൽ ലൈനാണ്. സോ ആ കുസീനിൽ അപ്പോൾ എനിക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങുന്നത് യൂട്യൂബിൽ. പിന്നെ ലേറ്റർ ഓൺ യൂട്യൂബിൻ്റെ ഡിമാൻഡ് കുറേ ഉണ്ടായി. ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും കൂടുതലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. ആ സമയത്ത് ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഗാർമെൻറ്റ്സിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഗാർമെൻറ്റ്സിൻ്റെ വീഡിയോസ് ഭയങ്കരമായിട്ട് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. മറ്റുള്ള വീഡിയോസ്, സൂപ്പർ മാർക്കറ്റ്, ഇതെല്ലാം അങ്ങനെ അന്ന് മുതൽ നോൺ സ്റ്റോപ്പായിട്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളും അതുകൂടാതെ മറ്റുള്ളവരൊക്കെ വിളിക്കാൻ തുടങ്ങി. ട്രാവൽ ആൻഡ് കുസീൻ ബൈ അസർ അതിപ്പോഴും എൻ്റെ ഡ്രീമാണ്. ഇനിയും കുറേ ഫുഡ് വ്ളോഗ്സ് ചെയ്യണം, ലോകത്ത് ചുറ്റണമെന്ന്. പക്ഷേ ഇപ്പം ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഒരു വ്ളോഗറായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഞാനും അത് ആലോചിച്ചു. കാരണം ട്രാവൽ ആൻഡ് ക്വിസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം ബ്രാൻഡ് വീഡിയോസ് ആണ് കൂടുതൽ കിടക്കുന്നത്. അല്ലെ, ട്രാവലും ക്വിസിനും ഇല്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാനൊരു ബ്രാൻഡിങ്ങിലേക്ക് മാറി, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് ഞാൻ മാറാൻ തുടങ്ങിയെന്നുള്ളത്. അപ്പം അസറിനെ നമ്മളെപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത് അസറിൻ്റെ ഒരു പാറ്റേൺ ആണ്. വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വോയിസ് റെക്കഗ്നേഷൻ ഭയങ്കരമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ അത്രയും ആ ഒരു വേഗത്തിൽ പറഞ്ഞു തീർക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ശൈലിയിലേക്ക് വന്നത്? അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ശൈലി ഉണ്ടായിരിക്കണം, അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്താണോ, അതല്ലെങ്കിൽ അതൊരു താങ്കളുടെ ഒരു ശൈലിയായി മാറിയതാണോ? പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളൊരു പ്ലാനിങ് ആയിരുന്നു. എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തി, എല്ലാവരും ചെയ്യുന്ന രീതിക്ക് നമ്മൾ ചെയ്താൽ ഒരിക്കലും റീച്ച് ആവാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പണ്ടേ മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നു. ഈ ടിക്ടോക്ക് വന്ന സമയത്ത് 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക മാക്സിമം. പിന്നെയാണ് ഈ 1.5 മിനിറ്റ്സും 2 മിനിറ്റ്സും 3 മിനിറ്റ്സ് എല്ലാം ആയത്.
ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ മാക്സിമം എങ്ങനെ പറഞ്ഞു തീർക്കാം, അങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആവുന്നത്. പിന്നെ നമുക്കൊരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സാധാരണ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഹൂക്ക് ലൈൻ സിംഗർ എന്ന് പറയും. ഒരാളിപ്പോൾ ഒരു മീൻ പിടിക്കാൻ പോകുമെന്ന് വെച്ചോ, ഫസ്റ്റ് ഒരു മീൻ പിടിക്കുന്നതിൻ്റെ മുമ്പ് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊക്കയിലൊരു ഇര ഇടും. ആ ഇര ഫസ്റ്റ് ഇടണം. അതാണ് 1 to 7 സെക്കൻഡിൽ നമുക്ക് കിട്ടുന്ന സമയം. ആളുകൾ സ്വൈപ്പ് അപ്പും ഡൗണും ചെയ്യൂലേ, അതിനിടയിലാണ് നമ്മൾ വീഡിയോ കിടക്കുന്നത്. നല്ലൊരു കോണ്ടന്റ് മേലെ ഉണ്ടാവും, അതിനിടയിൽ നമ്മളെ കോണ്ടന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കോണ്ടന്റ് വരുന്നത്. നമ്മളെ കോണ്ടന്റ് കുറേ കോണ്ടന്റുകൾ അവൈലബിൾ ആണ് അവർക്ക്. സോ അതിനിടയിൽ നമ്മളെങ്ങനെ നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റും, അതിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആകുക നമ്മളെ ബോഡി ലാംഗ്വേജ്, പിന്നെ നമ്മളെ സൗണ്ട് പെട്ടെന്ന് വന്നിട്ടൊരു സ്റ്റോപ്പിംഗ് സൗണ്ട്, അതാണല്ലോ നിങ്ങൾ. അപ്പോൾ ഊക്ക് ലൈൻ സിംഗർ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ആ ഊക്ക് ഇട്ടിട്ട് പിന്നെ ലൈൻ എന്താണോ ഞാൻ പറയേണ്ടത്, അവർക്ക് എന്താണോ ആവശ്യം, പിന്നെ ജനങ്ങൾ വിളിക്കണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഇത് കാണിക്കുന്നവർ അവസാനം വെച്ചാൽ. അപ്പോൾ ഊക്ക് ലൈൻ സിംഗർ എന്ന് പറയുന്ന ഈ ഫോമാറ്റിലാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യൽ. അത് നല്ല രീതിക്ക് റീച്ചായി, അതെനിക്ക് ഹെൽപ്ഫുള്ളായി. കുറേ ആളുകൾ അത് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ. ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടോണിൽ ചെയ്തപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നാണല്ലോ, ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നതാണ്. ആ ക്ലയന്റിന് ഈ ഒരു ഫോമാറ്റിൽ വീഡിയോ ചെയ്ത് കൊടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ക്ലയന്റിന്റെ ഒരു പ്രതികരണം? എങ്ങനെയായിരുന്നു? ദേ വർ വെരി ഹാപ്പി. ഫസ്റ്റ് ടൈമിൽ ഞാനൊരു ഫുഡ് വ്ളോഗാണ് അങ്ങനെ ചെയ്യുന്നത്. ആളുകൾ എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വീഡിയോകൾ കാണുന്നല്ലോ. ഈ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല റിസൾട്ട് പെട്ടെന്ന് വന്നു, അതുകൊണ്ടാണ് പിന്നെ വീണ്ടും എനിക്ക് കോളുകൾ വന്നത്. ഈ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ മാറ്റങ്ങൾ വരുമല്ലോ, അവർക്ക് മാറ്റങ്ങൾ വരും. അത് പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രേക്ഷകരുണ്ട്, ഓഡിയൻസ്, അവർക്ക് ഇങ്ങനെ മാറ്റം വരികയാണ്. അവർ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇത്ര വർഷം. അപ്പോൾ ചിലത് നമുക്ക് ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പോൾ അവരുടെ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ അവരുടെ കോമൻറ്റ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഓഡിയൻസിന് ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏർലിയർ ഡേയ്സ് നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്, വെറുതെ പോയി കഴിക്കുന്നു, എന്തെങ്കിലും വീഡിയോ ഇടുന്നു, നീ അങ്ങനെ കഴിക്കുന്നതല്ല, അങ്ങനെ നക്കുന്നതല്ലേ, അങ്ങനത്തെ രീതിയിലായിരുന്നു സംസാരം. പിന്നെ ഇതിന് പൈസ കൊടുത്തിട്ടല്ലടാ നീ വീഡിയോ ചെയ്യുന്നത്, അല്ലെ പൈസ എന്നുള്ളത് ഇതൊരു പ്രൊഫഷനായിട്ട് പൊതുവേ നമ്മൾ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതൊരു പ്രൊഫഷനാണെന്നും ഇതിങ്ങനെ വിളിക്കണം, ഇത് പാർട്ട് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണെന്നും ജനങ്ങൾക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇത് ഉണ്ടായിരുന്നില്ല. ആദ്യ സമയത്ത് ഞാൻ പറയുന്നത് ഇപ്പോഴും എനിക്ക് കേട്ടത്ര തെറി UAE വേറൊരു വ്ളോഗർക്ക് കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയാം. ഐ മീൻ ഇങ്ങനത്തെ കാര്യത്തിന് കേട്ടോ, വേറെ രീതിക്കല്ല. ഐ മീൻ ഇത് നീ ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും ശരിയില്ല, നിൻ്റെ ഒച്ച കുറക്ക്, നീ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ തെറികൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും മൈൻഡാക്കാൻ നിന്നില്ല, നമ്മൾ പുട്ട് ഫോർവേഡ്. സോ പിന്നെ പുറത്തുനിന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ആരും നമ്മളെ കണ്ടാലും അവർ ദേഷ്യത്തോടെയോ ഇതായിട്ടോ നമ്മളോട് ബിഹേവ് ചെയ്യുന്നില്ല. അവർ ഭയങ്കര സോഫ്റ്റായിട്ടും എന്തൊക്കെയുണ്ട് വിശേഷം, നിങ്ങളെ വീഡിയോ കാണാറുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറയാം. ഈ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോഴേ നമുക്ക് അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും. കാരണം അത്ര എനർജറ്റിക് ആണ്. അത് നെഗറ്റീവ് വേയിലല്ല പറയുന്നത്, അത്രയും എനർജറ്റിക്, അത്രയും നിങ്ങൾ ഫിസിക്കലി അതിന് എഫേർട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ നോർമലി ഒരു വ്ളോഗർ വരുന്നു, ഒരു പ്രൊഡക്റ്റ് പറയുന്നു പോവാണ്, പക്ഷെ താങ്കൾ ഇടുന്ന ഒരു എഫേർട്ടുണ്ട്, ഒരു എനർജി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ? ഇത് ചെയ്ത് കഴിയുമ്പോഴും അല്ല അതിന് മുൻപുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഇതെല്ലാം നമുക്ക് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ആ ഷോപ്പിൽ ബിസിനസ് ഉണ്ടാവുള്ളൂ. നമുക്ക് ആ വീഡിയോ ഓടൽ എന്നുള്ളത് നിർബന്ധകരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളത് കാണുന്നുണ്ട്, അവിടെ ബിസിനസ് ആവുന്നുണ്ട്, വലിയ മാറ്റമാണ് വരുന്നത്. ഇപ്പം പറയും ഒരു വീക്കെൻഡിൽ ഒരു സ്ഥലത്ത് ഒരു 300,000 ദിർഹംസ് കച്ചവടം നടക്കുന്ന കട എന്ന് വെച്ചോ, ഒരു വീക്കെൻഡ് വരേക്കും അതൊരു 450,000 മാറാനുള്ള ചാൻസ് ഒരൊറ്റ വീഡിയോ കൊണ്ടുണ്ട്. അതാണ് ദുബായിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ലെങ്കിൽ 300,000 3 ദിവസം 100,000 സാധാരണ നടക്കുന്ന ഒരു കച്ചവടം ഒരു വ്ളോഗിലൂടെ ഇറ്റ് ക്യാൻ ഗോ അപ് ടു 450,000-500,000 റീച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്.
അതിനാണ് ഈ വ്ളോഗ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനെ റീകോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നല്ല ഓഫറുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം അങ്ങോട്ട് പോകാൻ ടെംപ്റ്റ് ആവും, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് വെച്ചാലും. അപ്പം അത് നമ്മളിലൂടെ അറിയുമ്പോൾ അവിടെ പോകും. പിന്നെ കൂടുതൽ ആളുകളിലേക്ക്, ഇപ്പോൾ ഡിജിറ്റൽ ആണല്ലോ എല്ലാം, വാട്സപ്പിൽ വന്നിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഷെയർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, അങ്ങനെ അവിടെ റീച്ച് ആവുന്നു. ഞാൻ ഡേ ടു ഡേ എന്ന് പറയുന്ന ബ്രാൻഡ്, ഡേ ടു ഡേ ആണ് എന്നെ അസർ എന്ന ഒരു ബ്രാൻഡിനെ ഇത്രത്തോളം വളർത്തിയതെന്ന് എനിക്ക് പറയാൻ പറ്റും, ഓൺ കോളായിട്ട് പറയാണ്. കാരണം മോർ ദാൻ 500 വീഡിയോസ് ഞാൻ ഡേ ടു ഡേക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. വൈ ദേ കീപ്പ് ഓൺ കോളിങ് മീ, കീപ്പ് ഓൺ എവറി വീക്ക് 4 വീഡിയോസ്, 3 വീഡിയോസ്, സംടൈം 5 വീഡിയോസ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ബിസിനസ്സിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഐ എം താങ്ക്ഫുൾ ടു ദം. ദേ ആർ ഓൾസോ ഡിഡ് എപ്പോഴും ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ചില സൂപ്പർ മാർക്കറ്റിൽ എവറി വീക്ക്, ഇപ്പോൾ സെഫീർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള യുണൈറ്റഡ് ഹൈപ്പർ മാർക്കറ്റ്, എവറി വീക്ക് ഐ എം ഡൂയിങ്, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ബിസിനസ് ഔട്ട് ഓഫ് മൈ പേജ്. അത് എന്നെക്കൊണ്ട് മാത്രമല്ല, ജനങ്ങളത് കാണുന്നു, അവിടെ പോകുന്നു, അവർക്ക് ബിസിനസ് ആവുന്നു. അതും ഞാൻ ഉള്ളത് പറഞ്ഞാൽ അത്യാവശ്യത്തിന് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും അവർക്ക് അതിനെക്കാട്ടിയും ബെറ്ററായിട്ട് ബെനിഫിറ്റ് കിട്ടുമ്പം എങ്ങനെയായാലും അവർ വിളിക്കുന്നു. നമ്മൾ ഞാൻ മിക്ക ബ്ലോഗേഴ്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഈ ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഈ പ്രൊഡക്റ്റ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പപ്പ് ചെയ്യുന്ന ഒരു നമുക്കൊരു എത്തിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ക്വാളിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എങ്ങനെയാണ് ആസർ ബ്രാൻഡുകളെ തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ ഒരു എത്തിക്സ് നിങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഓഡിയൻസിനെ ചീറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മെയിനായിട്ട് എനിക്ക് കുറേ കോളുകൾ വരാറുണ്ട് ഈ ആൽക്കഹോളിക് ബീവറേജ് ഉള്ള ഷോപ്പുകളിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റെസ്റ്റോ ബാറിൽ പോയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫുഡ് മാത്രം ചെയ്താൽ മതി, ഇത് വേണ്ടാന്ന്. എനിക്ക് എൻ്റെ എസ്പെഷ്യലി എന്നോട് എനർജി ഡ്രിങ്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ പേര് ചെയ്യുന്നുണ്ട്. ആ എനർജി ഡ്രിങ്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ എത്തിക്കലി എനിക്കതൊരു റൈറ്റ്, ഒരു ഹെൽത്ത് കോൺഷ്യസ്, ജനങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. എന്നിലൂടെ അങ്ങനെ വേണ്ടാന്നുള്ളൊരു വിചാരം, എനിക്ക് പൈസ വേണമെന്ന് അത് ഉണ്ടാക്കാം. ഞാൻ ആൽക്കഹോളിക് ബീവറേജസ് ഉള്ള റെസ്റ്റോറൻറ്റ്സുകൾ ഞാൻ ചെയ്യാറില്ല. പിന്നെ ഹൂക്ക് ഇതില്ല, എന്താണ് അങ്ങനത്തെ ഷോപ്പുകൾ, സിഗരറ്റ് സ്മോക്കിങ്, അങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് കുറേ വരാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. പിന്നെ റെസ്റ്റോറൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ആളുകൾ നമ്മളെ ഫോളോവേഴ്സിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകൾ, അല്ലെങ്കിൽ ഫുഡ് നല്ലതാണെങ്കിൽ, ഇപ്പോൾ ഫുഡ് എക്സ്ട്രീംലി ഗുഡ് ആണെന്നുണ്ടെങ്കിലും, എസ്പെഷ്യലി അവിടുത്തെ എൻവയോൺമെൻറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ് ആണെന്നുണ്ടെങ്കിലും, ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ചെയ്തായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്ന എനിക്കായിട്ട് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് അവിടെയുള്ള പ്രോഡക്റ്റ് എന്താണോ അത് നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ ഫുഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ഫാമിലി ആയിട്ടോ, അവർ അതിനു മുമ്പ് അവിടെ പോയിട്ടേ ഉണ്ടാകത്തില്ല. അവർക്ക് അൺഹാപ്പി ആയിട്ട് ഫുഡ് കിട്ടുമ്പം ഐ എം നോട്ട് ഹാപ്പി വിത്ത് ഇറ്റ്. ബിക്കോസ് നമുക്കൊരു നല്ല രീതിക്ക് നല്ല ഫുഡ് തന്നിട്ട് ബട്ട് ഇത് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് നല്ല സർവീസ് കൊടുക്കത്തില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്, എൻ്റെ കുറച്ച് വിളിച്ചാൽ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റേറ്റ് കുറച്ച് അധികം പറഞ്ഞാൽ പിന്നെ അവർ വിളിക്കില്ല. അപ്പോൾ അങ്ങനത്തെ അതൊരു ടാക്ടിക്കാണ് ഒഴിവാക്കാനില്ലേ. നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളാണോ? ഇല്ല, നോ പറയേണ്ടടുത്ത് നോ പറയും. പക്ഷെ ചില സമയത്ത് അവരെന്താണ് നമുക്ക് റിപ്ലൈ തരാമെന്നറിയില്ലല്ലോ. അപ്പോൾ കോൺവെർസേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, പിന്നെ ഓവർ കോൺവെർസേഷനിലേക്ക് നമ്മൾ പോയാൽ പിന്നെ അത് വേറൊരു രീതിയിലേക്ക് സംസാരം പോകുമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഈ ഫോളോ അപ്പ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ പറഞ്ഞ മാതിരി അസറിൻ്റെ ഇടയിൽ കുറച്ച് പ്രേക്ഷകരുണ്ട്, അവർ നമുക്ക് ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ വരുമ്പോൾ നല്ല ഫുഡ് തരുന്നു, പക്ഷെ അത് പിന്നീട് ഒരു പബ്ലിക്ക് പോകുമ്പോൾ അത് കിട്ടണമെന്നില്ല. അപ്പം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. അവിടെ എങ്ങനെയുണ്ട് ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും കസ്റ്റമേഴ്സ് അവരെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോവേഴ്സ് അവർ നമ്മളെ വിളിച്ച് പറയും ഫുഡ് ശരിയില്ല. സോ ഞാനത് അവരെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൽ നെഗറ്റീവായിട്ട് പറയുന്നതുണ്ട്, ക്രിറ്റിസിസമായിട്ട് കുറേ പല രീതിയുണ്ടല്ലോ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുണ്ടാവും. അത് ഭയങ്കര നെഗറ്റീവാണ്, നമുക്ക് ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ്, അത് പർപ്പസ്ഫുള്ളി പറയുന്നതാണ്. അല്ലെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ അല്ലെങ്കിൽ ക്രിറ്റിസിസം, ഇതൊക്കെ നമ്മളെപ്പോഴും അതെ ലൈഫിൽ അത് നമുക്ക് ലേണിംഗ് പ്രോസസ്സാണ്. ഇപ്പം നല്ലത് കിട്ടിയാൽ നമുക്ക് സന്തോഷം, ക്രിട്ടിസൈസ് ചെയ്താൽ നമുക്കത് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പം എപ്പോഴെങ്കിലും ഈ നമ്മളൊരു പബ്ലിക് ഒരു ഫിഗറായിട്ട് നിൽക്കുമ്പോഴത്തേക്കും
പുറത്തു പോയപ്പോൾ എന്തെങ്കിലും ഒരു സാധാരണ ഒരു ഓഡിയൻസിൻ്റെ ഒരു പ്രതികരണം എപ്പോഴെങ്കിലും ഇപ്പോഴും ഓർത്ത് നിൽക്കുന്ന ഒരു ഇമോഷണൽ അപ്രോച്ച് ആരുടെങ്കിലും ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? ഇത് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം നമുക്ക് മാറ്റാവുന്ന, നമ്മൾ തെറ്റായത് നമുക്ക് ശരിയാക്കാവുന്നതുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. നെഗറ്റീവായിട്ട് നീ നന്നാവൂലടാ, നിനക്ക് നീ എവിടെ എത്തൂല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, അവരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരാളുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു, നീ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത് നമുക്ക് ഉൾക്കൊണ്ടിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഒരു ഫണ്ണായിട്ടുള്ളതാണ്. നമ്മൾ കരാമയിൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ബാക്കിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് ഇവനെല്ലാം ഒച്ച ഉണ്ടാക്കുന്ന ചങ്ങായി കണ്ടിട്ട് എന്നെ കളിയാക്കുന്ന, അതുപോലെ എന്നെ അബ്യൂസിങ് ലാംഗ്വേജ് എന്തോ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അവന് വർക്ക് ചെയ്യുന്ന സ്ഥലം ഏതാന്ന് എനിക്കറിയാം, അവനുള്ള പൊസിഷനും ഇപ്പം അറിയാം. ഇപ്പോഴും അവനിരിക്കുന്ന ആ പൊസിഷനിലാണ്. ഓക്കെ, ഞാൻ നല്ല മെച്ചപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്ക് അറിയില്ല ഒരു വ്ളോഗർ എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ഇതിപ്പോൾ ടോപ്പ് സ്കില്ല് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ അടുത്ത 10 വർഷത്തേക്ക് അതിൽ ഒരാൾ ഇൻഫ്ലുവൻസറാണ്. ഇൻ ടേംസ് ഓഫ് എവറിത്തിങ് മോസ്റ്റ് ഡിമാൻഡഡ് ജോബും ഒന്ന് ഈസ് ഇൻഫ്ലുവൻസറായിട്ട് ഇരിക്കുന്നത്. ഇൻഫ്ലുവൻസർ മീൻസ് വ്ളോഗിങ്ങിലൂടെ നമ്മൾ മറ്റുള്ളവർ വീഡിയോ കാണിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഒരാൾ 2 ആളായാലും എത്ര ആൾ വന്നാലും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഇൻഫ്ലുവൻസർ മോസ്റ്റ് ഡിമാൻഡിങ് ജോബാണ്. അത് ഇവർക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട്. അതൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. അതെ അങ്ങനെ ഇതായിട്ട് ഈ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ നെഗറ്റീവ് അറ്റാക്ക്, നെഗറ്റീവ് കോമൻസ്, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു പതർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും വിഷമം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഇതിന് ശരിക്കും എങ്ങനെയാണ് അത് മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം എങ്ങനെയാണത് പരിപാലിച്ചു പോകുന്നത്? ഒരു ഹോട്ടലിയർ ആകുമ്പോൾ ഞാൻ 10-12 വർഷമായിട്ട് ഹോട്ടലിലാണ് വർക്ക് ചെയ്തത്. ഞാൻ ഇങ്ങനത്തെ കുറേ കേസസ് കണ്ടതാണ്, നെഗറ്റീവ് പോസിറ്റീവ്. അത് കൂടാതെ വന്നിട്ട് ഞാൻ കുറേ റിച്ച് ആയിട്ടുള്ള കുറേ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എടുക്കുന്നത് MS ധോണിയുടെ കൂടെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഓൾമോസ്റ്റ് ലോകത്തിലുള്ള പ്രമുഖ സെലിബ്രിറ്റികളൊക്കെ, ബുർജുൽ അറബ് നിങ്ങൾക്ക് അറിയാം, ആര് വന്നാലും അങ്ങോട്ടാണ് വരിക, അല്ലെങ്കിൽ എല്ലാവരും കൊതിക്കുന്ന ഒരു ഹോട്ടലാണ് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാണ് അവരെങ്ങനെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ട്, അങ്ങനത്തെ ആളുകളോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി. അത് കൂടാതെ ഞാൻ കുറേ ബുക്ക് വായിക്കും. ഐ ലവ് ടു റീഡ് ബുക്സ്. അപ്പോൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് നമ്മളെങ്ങനെ വെച്ചാൽ ഒരു സ്റ്റാർഡം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കീപ്പപ്പ് ചെയ്യണം നമ്മൾ പഠിക്കണം. നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കീപ്പപ്പ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം. അത് പഠിക്കാതെ കുറേ പേരുണ്ട് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തും, ബട്ട് ദേ ക്യാൻ സസ്റ്റെയിൻ ദർ. അവർ സസ്റ്റെയിൻ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം അവർക്ക് അവിടെ എങ്ങനെ നിൽക്കേണ്ടതെന്ന് അറിയത്തില്ല. ഇതുവരെ ഞാൻ ഒരാൾക്കെതിരെ സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ. എനിക്കെതിരെ കുറേ അറ്റാക്കുകൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ സംസാരിച്ചാൽ ഞാനാണ് താഴെ പോകുന്നത്. എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഒരു 100 നല്ല കമൻറ്റ് വരുമ്പോൾ അതിൽ 2 കമൻറ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ 98 പേരില്ലേ, അവരെനിക്ക് നല്ല സംസാരിച്ചു, ഈ 2 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ സംസാരിക്കുന്നതിന്? നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെ, അതായത് അവർ പറയുന്ന നെഗറ്റീവ് കോമന്റ് നമ്മൾ തിരിച്ചു പറയണമെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കാതെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പക്ഷെ അത് നല്ലൊരു ഇമോഷണൽ ടൂളാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഞാനത് സത്യത്തിൽ കാര്യമാക്കാറില്ല. ലിവ് ഇറ്റ്, ഓൺലി ഫോക്കസ് ഓൺ. നമ്മളിപ്പോൾ ഗോൾഡ് എടുക്കാൻ പോകുമെന്ന് വിചാരിച്ചോ, നമ്മൾ കുറേ മണ്ണ് കഴിഞ്ഞിട്ട് ഇത്തിരി ഗോൾഡാണല്ലോ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മണ്ണ് എത്രത്തോളം ചളി അവിടെ ഉണ്ട് നമ്മൾ ആലോചിക്കാറുണ്ട്. ആ ഗോൾഡ് മാത്രമല്ല നമ്മൾ, സിമ്പിൾ ഈസ് ദാറ്റ്. ഐ മീൻ അങ്ങനെ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ, ആരും അങ്ങനെ വിജയിക്കുള്ളൂ. ഇപ്പം അസർ എന്നൊരു വ്ളോഗറിനെ എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് എനിക്ക് പറയുന്ന കാര്യം, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, സാധാരണ നമ്മൾ ഈ പ്രൊഫൈലിൽ നോക്കുമ്പോൾ ഈ വ്ളോഗറായിട്ടോ അല്ലെങ്കിൽ ഈ ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഇൻഫ്ലുവൻസർ എന്നാണ് അവരുടെ ബയോയിൽ വെക്കുക. പക്ഷെ എനിക്ക് അസറിൻ്റെ നോക്കിയപ്പോൾ അസർ ഒരിക്കലും ഇൻഫ്ലുവൻസർ ആണെന്ന് വെച്ചിട്ടില്ല, വ്ളോഗർ എന്നുള്ളത് തന്നെയാണ് വെക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമുക്കൊരു സംശയം വരാറുണ്ട്, ഈ ഇൻഫ്ലുവൻസർ എന്ന് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊരു ബ്രാൻഡ് എൻഡോഴ്സ്മെൻ്റ് ആണല്ലോ, അപ്പം എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളൊരു സാധനം നമ്മൾ തോന്നാറുണ്ട്.
അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി, അതെനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ അറിയോ, ഞാനിപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുള്ളത്, ഞാൻ എപ്പോഴും ചെയ്യും, ഞാനൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ്. ദൈവം എനിക്ക് കുറച്ച് അനുഗ്രഹം തന്നു, ഇങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ബോണസാണ്. ഞാൻ ഒരു സാധാരണ ജോലി ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്ബോധനം തോന്നുകയാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതറിയാതെ എങ്ങനെയോ കൊണ്ട് ക്ലിക്കായിപ്പോയി. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ക്യാഷിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നമ്മൾ ലൈഫ് സാധാരണ രീതിയിൽ, പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ഈ പൊസിഷൻ ഉണ്ടല്ലോ, ബീങ് എ വ്ളോഗർ, നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്രത്തോളം വീഡിയോസ് UAE ഒരു പക്ഷേ ഇത്രത്തോളം ആരും ചെയ്യുന്നുണ്ടാവില്ല, ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട്. എനിക്കറിയില്ല കേട്ടോ മറ്റുള്ളവർ എത്രത്തോളം എഫേർട്ട് എടുത്ത വേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അത് വെറും പൈസക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഈ പൊസിഷൻ ആഗ്രഹിച്ചിരുന്നു. ഐ വാണ്ട് ടു ബി ഹിയർ നൗ, ഐ ആം ലിവിങ് ദാറ്റ് മൂമെൻറ്റ്. ഞാൻ ഇപ്പോൾ ലിവിങ് ദാറ്റ് ഡ്രീം യുനോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്ട്രീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സംടൈം ഐ സ്ലീപ്പ് ഓൺലി 4 hours 3 hours. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡിൻറ്റ് ഏബിൾ ടു കം ഹിയർ ബിക്കോസ് ഓഫ് ഡ്യൂ ടു വർക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരണം എന്നൊക്കെ. അപ്പോൾ അത്രത്തോളം ടെൻഷനും വർക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ പേര് വിചാരിക്കുമ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഇത് പ്യുവർ പാഷനാണ്, പ്യുവർ ലിറ്ററലി ഐ വാണ്ട് ടു. ആൻഡ് നമ്മളൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി എന്തെന്ന് ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എക്സ്ട്രീമാണ്, അടുത്തത് എന്ത്, അങ്ങനെ ചിന്തിപ്പോഴാണ് കുറേ ബിസിനസ് ഐഡിയാസ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അതല്ലാതെ എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയപ്പോഴാണ് ഈ ഫ്രാഗ്രൻസ്. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഈ വ്ളോഗിങ് കരിയറിൽ തന്നെ 5-6 ഫാക്ടറീസ് എല്ലാം പോയി വിസിറ്റ് ചെയ്താണ് ഫ്രാഗ്രൻസിൻ്റെ. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ നമുക്കൊരു ഫ്രാഗ്രൻസ് മാർക്കറ്റ് ഇവിടെ കൊണ്ടുവന്നാലോ, അതെങ്ങനെ നമുക്ക് ക്ലിക്കാക്കാൻ പറ്റും എന്നുള്ള ഇതിലൂടെ ഒരു 6 മാസത്തെ റിസേർച്ചിലൂടെയാണ് ഞാൻ പിന്നെ ഒരു ഫ്രാഗ്രൻസ് കമ്പനി അസുറൻസ് എന്നുള്ള പേരിൽ തുടങ്ങുന്നത്. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് അതിന് നല്ല ഒരു 4-5 മാസം കൊണ്ട് നല്ലൊരു റെസ്പോൺസാണ് നമ്മളെ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ആളുകളുണ്ട്, അവർ നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു ഷോപ്പ് എടുക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നു. കാരണം ഒരു 1.5 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പ് എടുക്കാൻ വിചാരിച്ചത്. പക്ഷേ അതിലേക്ക് പോയി ഒരു ഷോപ്പ് എടുക്കേണ്ടതിലേക്ക് വന്നു. അപ്പോൾ അതെങ്ങനെ പോകാൻ നോക്കുക. അതും ഞാൻ ചെയ്യുന്നത് ലാഭം കൊഴിയാനല്ല, എനിക്കൊരു ബിസിനസ് നടത്തണം, അത് ഒന്ന് ഡെവലപ്പാക്കി കൊണ്ടുവരണം, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കുറേ ആളുകൾ ഇവിടെ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല. UAE എന്ന് പറയുന്ന സ്ഥലത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ഓടിയാലാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ഇവിടെ കാലുകുത്ത്, ദിസ് ഈസ് നോട്ട് ഫോർ ഫൺ പ്ലേസ് ഓർ ഹോളിഡേയ്സിന് വരേണ്ട സ്ഥലമല്ല UAE. അല്ലെങ്കിൽ ദുബായിലേക്ക് നിങ്ങൾ വന്നിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ വന്നിട്ട് ഒരാളിവിടെ കാലുത്തിയിട്ടുണ്ട്, ദേ ഹാവ് ടു വർക്ക് ഹാർഡ്. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. ഇവിടെ കുറേ പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു, ഡ്യൂട്ടി കഴിയുന്നു, തിരിച്ചു വരുന്നു, റൂമിലിരുന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുന്നു. ആ സമയം നമ്മൾ വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്തേ പറ്റൂ. ഞാൻ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയത്. എനിക്ക് നന്നായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ സംടൈം ഐ ഹാവ് ടു വർക്ക് 12 hours. ആ കൊറോണ ഹിറ്റായ സമയത്തൊക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ വർക്ക്, അത് കഴിഞ്ഞിട്ടും പോകും രാത്രി ഞാൻ വ്ളോഗ് ചെയ്യാൻ. ഞാൻ അല്ലിജാസ് ഇപ്പോഴും ഓർക്കുന്നു, അല്ലിജാസ് കഫറ്റേരിയയിൽ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. രാവിലെ എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ട് ഏകദേശം ഞാനന്ന് വർക്ക് ചെയ്ത് ഒരു 10 മണി ആയിട്ടുണ്ട് അവിടുന്ന് ഔട്ടായപ്പോൾ. 12 hours വർക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം എനിക്ക് വീഡിയോ വേണമെന്നുള്ള നിർബന്ധം കൊണ്ട് ഞാൻ രാത്രിയാണ് ഒരു 1 മണിക്കാവുമ്പോഴാണ് അല്ലിജാസ് അത്രമേലെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്, അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ആ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആളുകൾ റിസീവ് ചെയ്യപ്പെട്ടു. അതൊന്നും എനിക്ക് എൻകറേജ് ആയി കഴിഞ്ഞ് പിന്നെ ഞാൻ അന്നൊന്നും പേയ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, പ്യുവർ പാഷൻ്റെ പുറത്തായിരുന്നു. അങ്ങനെ ചില റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നല്ല ബിസിനസ് ആവും. അപ്പോൾ അവർ മറ്റുള്ളവരോട് അസറിനെ വിളിച്ചാൽ മതി, ഇവിടെ കച്ചവടമാവും, ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവനെന്ത് വെറുതെ തിന്നാൻ കൊടുത്താൽ മതി, അവൻ വീഡിയോ ഇട്ടിട്ട് ബിസിനസ്, അതെനിക്ക് പിടിച്ചില്ല. കാരണം ഇത് നമ്മൾ പ്യുവർ പാഷൻ്റെ പുറത്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു പേയ്മെൻറ്റ് വെക്കണം. ഫസ്റ്റ് സെർട്ടൺ പേയ്മെൻറ്റ് വെച്ചു. അപ്പോൾ ആളുകൾ വിളി കുറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ മറ്റുള്ള സ്ഥലത്തൊക്കെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. വേറെ നോട്ട് വിത്ത് നമ്മൾ അറിയുന്നവരല്ല, അറിയാത്തവരെ ഈ ലഫ, അതേപോലെ അറബിക് റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം
അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അടിപൊളി ഒരു സ്ഥലം സ്പോട്ട് കിട്ടി. അതും നമ്മളെ കോഴിക്കോട് സ്റ്റാറിലെ ഒരു സ്റ്റേക്ക് അവർ അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ മുതലാളിക്ക് വിളിക്കുകയാണ്. അങ്ങനെ അവിടെ പോയി വീഡിയോ ചെയ്തു. ഞാൻ അവിടുന്ന് പൈസ എക്സ്പെക്ട് ചെയ്തല്ല പോകുന്നത്, പക്ഷെ അവരെനിക്ക് പൈസ തന്നു. അപ്പോൾ എൻ്റെ വാല്യൂ വെച്ചിട്ട് അവർ പൈസ തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇനി മുതൽ എന്താണ് ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സെർട്ടൻ എമൗണ്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ആരോടും പറയാതെ അവിടെ പോയിട്ട് ചെയ്യുന്നുള്ളൊരു സെറ്റപ്പായി. പക്ഷെ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഓൾമോസ്റ്റ് അങ്ങനത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഡിമാൻഡ് കൂടി, ആളുകൾ കൂടുതലായിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതിനായിട്ട് പേയ്മെൻറ്റ് എനിക്ക് വന്നിട്ട് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ജോബ് മൊത്തമായിട്ട് ഒഴിവാക്കാം. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു കടലാണെന്ന് മനസ്സിലാവുന്നത്. അതാ ഇതൊന്നും ഞാനൊരു ഫുഡ് ബ്ലോഗറായിട്ടാണ് ഇറങ്ങിയത്, ഒരു യൂട്യൂബ് ലോകം ഫുള്ള് സഞ്ചരിക്കുന്ന യൂട്യൂബ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊന്നല്ല ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഡെയിലി ആയിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമായ സാധനങ്ങൾ എവിടെയാണോ വിലക്കുറവിൽ കിട്ടുന്നത് ആ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തേണ്ടതാണ് ഇവിടുത്തെ ആളുകൾക്ക് ആവശ്യമെന്ന തിരിച്ചറിവിലൂടെയാണ് ഞാൻ വന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഈ 1 ദിറം എന്ന് പറയുന്നൊരു ഇതൊന്ന് 1 ദിറം ഇത് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോകുമ്പം ആളുകൾ കളിയാക്കിയായിരുന്നു, എന്തോ ആക്കിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ഷോപ്പുകൾ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനായിട്ട് 1 ദിറം ഉപയോഗിക്കാൻ തുടങ്ങി. അത് മാർക്കറ്റിൽ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. ഈ വ്ളോഗിങ് വന്നതിന് ശേഷം മാർക്കറ്റിലെ ആളുകൾ നിർബന്ധിതരായി വില കുറച്ച് കൊടുക്കാൻ. കുറേ പുതിയ ആളുകൾക്ക് വളരാനും പറ്റി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഒരാൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇതിപ്പോൾ ഒരു 6-7 മാസം എടുക്കുന്നത് ഇപ്പോൾ വിത്തിൻ 1 മന്ത് ദേ ക്യാൻ അച്ചീവ് ഇഫ് ദേ ആർ ഡൂയിങ് ഗുഡ്. ഇഫ് ദേ ആർ ഡൂയിങ് ബാഡ് ആൻഡ് അവർക്ക് ആംബിയൻസ് എല്ലാം ഓക്കെയാണ്, ഇതാണ് ഓക്കെയാണ്, അത് കാര്യമില്ല, പെട്ടെന്ന് പൂട്ടിയും പോകുന്നുണ്ട്. 2 രീതിയിൽ ഇത് വർക്കൗട്ട് ആകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലധികം സജീവമല്ല. ഇപ്പോഴാണ് അവിടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ബൂമായി തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ US സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പം ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് ഈ ബിസിനസ്സിൻ്റെ ഗതിയെ മാറ്റുന്നുണ്ട്. അപ്പം ഒരു സോഷ്യൽ മീഡിയ വ്ളോഗർക്ക് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർക്ക് ഈ ബിസിനസ്സിൻ്റെ ഗതിയെ മാറ്റാൻ പറ്റും. ഇത് എത്രത്തോളം അഡ്വാൻറ്റേജ് ആണ്, ഇതിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാറോ? അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറയില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗേഴ്സിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവില്ല. അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും കാരണം ഇൻഫ്ലുവൻസ് അത്രത്തോളം പ്രാപ്തിയായിട്ട്. പക്ഷേ നല്ല പ്രാപ്തിയുള്ളവരൊക്കെ അല്ല, നല്ല പ്രാപ്തിയുള്ള സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അവരൊക്കെ ഇതുകൊണ്ട് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ സാധാരണ ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്തവർ പെട്ടെന്ന് ഡൗൺ ആവും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് ഇൻഫ്ലുവൻസർ പ്രൊമോഷൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് അല്ല, ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന്. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എത്ര നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ കാലത്ത് അത് വിജയിക്കത്തില്ല. കാരണം അത്രത്തോളം എക്സ്പോഷറാണ്. നമ്മളുടെ അടുത്തൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിലിയറാണ്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇൻഫ്ലുവൻസേഴ്സിന് എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാധാന്യം കിട്ടുന്നത് ഒരു ചെറിയ റീജിയനാണ്. ഇപ്പോൾ കേരളം പോലെ ഇന്ത്യ പോലെ ഒരു വലിയ കൺട്രിയോ അല്ലെങ്കിൽ സ്റ്റേറ്റോ അല്ല. അപ്പോൾ ഇവിടെ ഒരു ആക്ടേഴ്സിൻ്റെ ആവശ്യം ശരിക്കില്ല. അവർക്ക് വലിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ലാക്ക് കൊടുത്തിട്ട് അവരെ നിർത്തേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് ഒരു ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്താൽ അതേ റീച്ച് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള റീച്ച് അല്ലെങ്കിൽ വ്ളോഗറിന് കൊടുത്താൽ കിട്ടുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് കുറച്ചും കൂടി, കാരണം ഒരു ആക്ടർ ഇവിടെ വരുമ്പോൾ അവർ ചോദിക്കുന്ന റെമ്യൂണറേഷനും ഒരു വ്ളോഗർ റെമ്യൂണറേഷൻ രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഈ നമ്മൾ ഈ വ്ളോഗറായിട്ട് നിൽക്കുമ്പോൾ ഇപ്പം അസർ ഒരു സീനിയർ വ്ളോഗറാണ് ഇവിടുത്തെ. ഓക്കെ, അപ്പം ഇതിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ചില കുട്ടികൾ ചോദിച്ചാൽ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ സോഷ്യൽ മീഡിയ അത്രയധികം യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഇൻഫ്ലുവൻസർ പ്രൊമോഷനിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു നല്ല ഇൻഫ്ലുവൻസർ എങ്ങനെ ആയിരിക്കണം, ആ ഇൻഫ്ലുവൻസർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്താണ്?
ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്തിക്സ് വിട്ടിട്ട് നമ്മൾ കളിക്കാൻ പാടില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത് നമ്മൾ കൂടെ ആരൊക്കെ വരുന്നുണ്ടോ അവർക്ക് ഇങ്ങനെ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. എന്തുകൊണ്ട് ഇത് വർക്കൗട്ട് ആവുമെന്ന് വെച്ചാൽ, ഇപ്പം ഞാനുള്ള സമയത്ത് ഫസ്റ്റ് വ്ളോഗിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വ്ളോഗേഴ്സ് എന്ന് പറയുന്നവർ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യുന്നുണ്ട് അവർ, ഈ പാട്ട്, ഡാൻസ്, അതേപോലെ എന്തെങ്കിലുമൊക്കെ കോട്ട്സ് ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ഇതാകുന്നത്. ഈ വ്ളോഗ് എന്ന് പറയുന്ന സ്റ്റാർട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വ്ളോഗിങ്ങിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരപ്പം തന്നെ വിളിക്കും, നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്തുകൊണ്ടാണ് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചതും എന്തുകൊണ്ട് ഇത് എനിക്ക് അഡ്വാൻറ്റേജ് ആവുമെന്ന് വെച്ചാൽ, ഞാൻ അവരോട് പറയുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ എനർജി ബൂസ്റ്റ് കിട്ടും, അവർക്കും അതൊരു എക്സ്ട്രാ എനർജി ആവും. അങ്ങനെ അവർ കുറേ വീഡിയോസ് ചെയ്യും. അപ്പം ഈ മേഖല കുറച്ചുകൂടി ബ്രോഡപ്പ് ആവും. ഇപ്പം ഞാൻ മാത്രമാണ് ഇവിടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും എന്നെ വിളിക്കത്തില്ല. കാരണം ഡിമാൻഡില്ല, ആളുകൾ ഒരാളെ കൊണ്ട് ഡിമാൻഡില്ല. ഒരു 10 പേരുണ്ടെങ്കിൽ അതിലാര് വിളിക്കുക. അപ്പോൾ ഇതൊരു മത്സരമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് വിജയിക്കാനായിട്ട് പറ്റും നമുക്ക്. ഓക്കെ, നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യാന്ന് പറയും. ഇപ്പം ചില ആൾക്കാർ, ഇപ്പം പ്രത്യേകിച്ചും മലയാളികൾക്ക് വരുന്ന, നമ്മൾ പറയാറുണ്ട്, ഒരാളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു 10 ഉണ്ടാവും. അപ്പം ചിലർക്കൊരു ഭയം ഉണ്ടാവും, അയ്യോ ഞാൻ ചെയ്ത സാധനം അവൻ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ചിലർക്കത് ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അപ്പം അസറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്? നമ്മൾ ചെയ്യുന്നത് മറ്റൊരാൾ അതേപോലെ ചെയ്യുമ്പോൾ നമ്മളാണ് അവിടെ വളരുന്നത്. ഇതിപ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് അസറിൻ്റെ കോപ്പി. അത് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്കത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നമ്മളതായിട്ട് സ്പെഷ്യൽ, നമ്മളിന്ന് ഒരാളിൽ നിന്ന് ഇൻസ്പയർ ആവാൻ പറ്റും. കോപ്പി അടിച്ചാൽ ഈ ഒറിജിനൽ ആൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു അതിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. അടുത്തത് എന്താണ് എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒറിജിനലായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒറിജിനാലിറ്റി നിലനിർത്താൻ. കോപ്പി അടിച്ചാൽ ഒരു സെർട്ടൺ ടൈം വരെ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ താഴെ പോകും. കുറേ എക്സാമ്പിൾസ് അങ്ങനെയുണ്ട്. സെൽഫ് അപ്ഡേഷനും അല്ലെങ്കിൽ ഒരു സെൽഫ് പോളിഷിങ്, ഇത് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, ഞാൻ റീഡ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത് മറ്റുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉൾക്കൊള്ളാനുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ്, അതൊന്ന് എനിക്ക് എങ്ങനെ എന്തായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ബട്ട് ബീങ് ഓണസ്റ്റായിട്ട് പറയുകയാണെന്നെങ്കിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് വേറൊരു കാര്യത്തിലേക്ക് എൻ്റെ മൈൻഡ് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു എൻവയോൺമെൻ്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറിൽ അതിലിങ്ങനെ അകപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ ഈ പ്രൊമോഷൻ വർക്കും അതുകൂടാതെ അങ്ങനത്തെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ ഫുഡിൻ്റെയും പ്രിപ്പറേഷൻ വീഡിയോസും, കാരണം ഞാനൊരു ഷെഫ് കൂടിയായിരുന്നു, പ്രിപ്പറേഷൻ വീഡിയോസും അതുകൂടാതെ ഇങ്ങനെ ട്രാവൽ ചെയ്യാനും ഇതിനെല്ലാം ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് പോയിട്ട് ആപ്പാട് അവിടെ നിന്ന് 3 ദിവസമാണ്. ഇവിടുന്ന് ഫ്ലൈറ്റിന് അങ്ങോട്ട് പോയി 24 hours നമുക്ക് ടോട്ടൽ ട്രാവൽ ടൈം ഇങ്ങോട്ട് വരാനും. കാരണം എനിക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല, UAE മാറി നിൽക്കാൻ പറ്റില്ല, അത്രത്തോളം വർക്ക് ഉണ്ട് ഇപ്പോൾ. പക്ഷെ ഇത് എത്രത്തോളം കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ഓടിയാലാണ് നമുക്ക് ഇരിക്കേണ്ട സമയത്ത് വല്ലതെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് അത് ഭാവിയിൽ ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ബിസിനസ്സും കൂടി തുടങ്ങിയതുകൊണ്ട് എനിക്ക് അതിലും കുറേ സമയം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഐ എം എൻജോയിങ് ഇറ്റാ. ഞാൻ ലിറ്ററലി എൻജോയിങ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. നമ്മൾ ഹോട്ടലിയറായിരുന്ന ഒരാൾ എന്തുകൊണ്ട് ഒരു പെർഫ്യൂം ബിസിനസ് തുടങ്ങി എന്നുള്ള ചോദ്യം ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഈ മണം തമ്മിൽ ബന്ധമുണ്ടല്ലോ അല്ലേ? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതെ, അതിന്റെ അരോമയും ഇതിന്റെ അരോമയും ഇതിന്റെ ഫ്രാഗ്രൻസും ശരിയാണ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ ചെറുപ്പകാലം മുതൽ ഞാൻ യൂസ് ചെയ്ത കുറേ ഫ്രാഗ്രൻസുകൾ ബോട്ടിൽ ഇപ്പോഴും റൂമിലിരിക്കുന്നുണ്ട്. അതെനിക്കെപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ളൊരു ബിസിനസ് ആയിരുന്നു. നമുക്ക് ഒരു കാര്യത്തിലാണ് ഇൻട്രസ്റ്റ്, ചിലത് നമ്മളുടെ സാഹചര്യം കൊണ്ട് നമ്മളങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് മറ്റതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരിതില്ല. ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണ്, അല്ലാതെ ഒരു ഐ ഓപ്പണറാണ്. ഇപ്പോൾ ഒരാൾ കാണുമ്പം ഫസ്റ്റ് വന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊജക്ഷൻ
ഫ്രാഗ്രൻസിൻ്റെ പ്രൊജക്ഷനും ആ ആളെ വിലയിരുത്താനും അവരുടെ ക്യാരക്ടറും മനസ്സിലാക്കാനും വളരെയധികം സഹായിക്കും. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഫ്രണ്ട് ഡെസ്കിൽ കുറേ കാലം വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രാഗ്രൻസ് അത് അടിച്ചു പോകുമ്പോൾ എന്നോട് ഗസ്റ്റ് പോലും ചോദിച്ചിട്ടുണ്ട് വിച്ച് ഫ്രാഗ്രൻസ് യു ആർ യൂസിങ്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ്, ചില ഗസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ഫ്രാഗ്രൻസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഫ്രാഗ്രൻസ് പൊതുവേ എനിക്കൊരു താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അല്ലെ പെർഫ്യൂമറി, പെർഫ്യൂമിനെ കുറിച്ച് പഠിക്കാനുള്ളതൊക്കെ എനിക്ക് ഓൾറെഡി. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പെർഫ്യൂമിന് ഒരു ബിസിനസ് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. പിന്നെ ഈസിലി, ഇപ്പോൾ ഫുഡ് പോലെയല്ല, ഈസിലി നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കുമ്പം ഈസിലി ടു കാറ്റർ എവ്രിവെയർ പെർഫ്യൂം ഈസ് വെരി ഹെൽപ്ഫുൾ. അതുകൊണ്ട് ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലല്ല, ഞാൻ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലുണ്ട്, റെസ്റ്റോറൻറ്റ് തുറന്നിട്ട് പൂട്ടിയിട്ടുമുണ്ട്. അതേപോലെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നന്നായിട്ട് ഓടുന്ന റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഞാൻ ഉണ്ടേനു. അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അസാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻറ്റ് ഏതാണ്? ഫ്രാഗ്രൻസ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ക്രീഡ് അവൻഡസ് നന്നായിട്ട് യൂസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേർഷൻ ഇപ്പോൾ ഞങ്ങളെ ഫ്രാഗ്രൻസ് തന്നെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ക്രീഡ് അവൻഡസ് എന്ന് പറയുന്നത്. അതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഞാനൊരു 8 വർഷത്തോളം അഫ്നാൻ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. കാരണം അതിന് 1000 ദിറംസിൻ്റെ മേലെ കൊടുക്കണം. അപ്പോൾ അഫ്നാൻ്റെ സൂപ്പർ മേഴ്സി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതായിരുന്നു ഞാൻ കുറച്ച് കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞങ്ങളെ ബ്രാൻഡായിട്ടുള്ള സ്പൈസഡ് ആണ്. എന്താണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു യുണീക്ക് ക്വാളിറ്റി എന്താണ്? ഇപ്പോൾ ചിലർ നമ്മളതെന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, ഇപ്പം എല്ലാവർക്കും അഫോർഡബിൾ അല്ലാത്ത ഫ്രാഗ്രൻസുകൾ, അതിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള വേർഷൻസ് അഫോർഡബിൾ പ്രൈസിന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ വന്നിട്ട് നമ്മളിത് അത്യാവശ്യം ലാസ്റ്റിങ്ങും അതുകൂടാതെ പ്രൊജക്ഷനും അതുകൂടാതെ ആ ഫ്രാഗ്രൻസ് ജനങ്ങളുടെ മനസ്സിൽ അവരുടെ ക്യാരക്ടേഴ്സിനനുസരിച്ചുള്ള ഫ്രാഗ്രൻസുകൾ വലിയ വലിയ കമ്പനികൾ 1000, 2000, 3000 ദിറംസിന് ഉണ്ടാക്കുന്നില്ല. അത് നല്ല അഫോർഡബിൾ പ്രൈസിന് ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എനിക്ക് വിഷനും മിഷനും ഗൈഡിങ് പ്രിൻസിപ്പിൾസും എല്ലാം ഉണ്ട്. അത് ഫുള്ളായിട്ട് ഇപ്പോൾ പറയാനായിട്ടില്ല. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് വിൽ കം, ലൈക്ക് ആഫ്റ്റർ 2-3 years. അത് ലോങ് ടൈം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഷോർട്ട് ടൈമിലേക്ക് തിങ്ക് ചെയ്യരുത്, ലോങ് ടൈമിലേക്ക് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടൈം, അപ്പം ആ ലോങ് ടൈമിലേക്ക് ഒരു വിഷനുണ്ട്, ഒരു മിഷനുണ്ട്, അതിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതെങ്ങനെ അവിടെ എത്തിക്കണം എന്നുള്ള എല്ലാ പ്ലാനിങ്ങും ഇപ്പോൾ ഉണ്ട്. പക്ഷേ എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്തൊരവസരമായതുകൊണ്ട്